നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വാരഫലത്തിൽ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ നിങ്ങളുടെ സംസാരം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വാരം തന്നെയാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായി, ബിസിനസ് സംബന്ധമായി, വീട്ടിലുള്ള എന്ത് കാര്യങ്ങൾക്കും സംസാരിക്കുമ്പോൾ വളരെയധികം നിയന്ത്രിച്ച് സംസാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കൂടാതെ കുടുംബ സ്വത്ത് സംബന്ധമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വീട്ടിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ഈ ഒരു വാരത്തിൽ തടസ്സങ്ങൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വളരെയധികം താല്പര്യത്തോടു കൂടി ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വാരത്തിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഇവർ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളായിരിക്കും ഇവരുടെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും അത് വിജയത്തിൽ എത്തിച്ചേരുന്നത്. തടസ്സങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു വാരം ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മുൻകൂട്ടി തയ്യാറാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങുക. വിജയിക്കുവാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈ ഒരു വാരത്തിൽ. കൂടാതെ വളരെയധികം മടി, അലസത എല്ലാം ഈ ഒരു വാരത്തിൽ ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട്. കൂടുതൽ, കാര്യങ്ങൾക്കൊരു താല്പര്യമില്ല, എല്ലാ കാര്യങ്ങൾക്കും നാളെയാകട്ടെ എന്ന് മാറ്റി വയ്ക്കുന്ന ഒരു അഭിപ്രായം. ഈ ഒരു സ്വഭാവം മൂലം നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും വരുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വാരത്തിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലും ചിലവുകൾ. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചിലവാകുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ഒരു വാരത്തിൽ ജീവിതത്തിൽ കണ്ടുവരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിലായാലും ശരി, അല്ലെങ്കിൽ ഒരു മത്സരത്തിലോ നിങ്ങൾ വിജയിക്കുമെന്ന് 100% ഉറപ്പോടുകൂടി മുന്നോട്ട് പോവുകയും എന്നാൽ അവസാന ഘട്ടത്തിൽ അത് പരാജയത്തിലെത്തുവാനും സാധ്യതയുണ്ട്. ഇത് ബിസിനസ് സംബന്ധമായാലും ഇങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതെല്ലാം വളരെ നല്ല രീതിയിൽ ആലോചിച്ച് ഓരോ കാര്യങ്ങളും എടുത്ത് ചാടാതെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ വഴിപാടെല്ലാം നടത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. കർക്കിടകൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ സാമ്പത്തിക നേട്ടം ഒരുപാട് വരുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആ നേട്ടത്തിനോടൊപ്പം തന്നെ ചിലവുകളും അതിനോടൊപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഈ ഒരു വാരം നിങ്ങൾക്ക് തേടിയെത്തും. അതിനോടൊപ്പം തന്നെ ചിലവുകളും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വയ്ക്കുക. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴേക്കും നമ്മൾ അതിനു വേണ്ടി ഇത്ര രൂപ അതിനുവേണ്ടി ചിലവാക്കണമെന്ന് മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ ചിലവുകളിൽ നിന്നും നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന യാത്രകൾ ചില പരാജയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയെല്ലാം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ആ യാത്രയിലൂടെ നഷ്ടങ്ങൾ വരുവാനായിരിക്കും സാധ്യത കാണുന്നത്. ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ പല സ്ഥലങ്ങളിൽ നിങ്ങൾ കയ്യിൽ നിന്നും പൈസ മുടക്കി പോകുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടത്തിൽ വരാനും അല്ലെങ്കിൽ നിങ്ങൾ ആ പോകുന്ന കാര്യം പരാജയപ്പെടുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെയധികം ആലോചിച്ച് നല്ല രീതിയിൽ മുൻകൂട്ടി ഒരു പ്ലാൻ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം മുന്നോട്ട് പോയാൽ വിജയിക്കുവാൻ സാധിക്കും. ഈ ഒരു വാരത്തിൽ നിങ്ങൾ മുരുകസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ ജോലി സംബന്ധമായി നല്ല ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റം നിങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ വരിക, മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള വഴക്കുകൾ കേൾക്കേണ്ടി വരിക. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് വിഷമിക്കുന്ന ഒരവസ്ഥ, അവർക്ക് അവരുടെ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു വാരത്തിൽ വരുവാൻ സാധ്യതയുണ്ട്.
നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു, അങ്ങനെ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിൽ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വാരത്തിൽ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവയെല്ലാം അർപ്പിക്കുക, ഭഗവാന് അരവണ പായസമോ എള്ളു പായസം വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുകയും നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് കർമ്മരംഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടെല്ലാം മാറി വരികയും ചെയ്യും. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നുണ്ടെങ്കിലും അതെല്ലാം തടസ്സങ്ങൾ, അവസാന ഘട്ടത്തിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. കൂടുതലും വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ അവരുടെ പരീക്ഷയിലും മത്സരങ്ങളിലുമെല്ലാം വിജയിക്കും എന്ന് കരുതി കാത്തിരിക്കുന്ന അവസരത്തിലായിരിക്കും അവസാന ഘട്ടത്തിൽ പരാജയം വരുന്നത്. ഇപ്പോൾ ഒരു എക്സാം എഴുതുമ്പോൾ തന്നെ അവരൊരു 90% മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 70% മാർക്കായിരിക്കും. അങ്ങനെ വിദ്യാഭ്യാസപരമായി ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വാരത്തിൽ ദേവിയെ, ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ശാന്ത സ്വരൂപിണിയായ ലക്ഷ്മി ദേവി, സരസ്വതി ദേവി ഇങ്ങനെയുള്ള ദേവിമാരെ പ്രാർത്ഥിക്കുക, ദേവിയുടെ നാമം ജപിക്കുക, ലളിതാ സഹസ്രനാമമൊക്കെ ജപിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് ഐശ്വര്യം ഈ ഒരു വാരത്തിൽ നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ചെറിയ രീതിയിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ രോഗാവസ്ഥകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രോഗം നേരത്തെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ രോഗം ഒന്ന് കൂടാനോ അല്ലെങ്കിൽ അതിൻ്റെ മുഖാന്തരം വേദന അനുഭവിക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തികം ചിലവ് വരുവാനോ, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുഖാന്തരമുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ രോഗാവസ്ഥ കൂടുതലായി കാണപ്പെടുന്നു, ചെറിയ രീതിയിലുള്ള അപകട സാധ്യതകൾ കാണുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ചെക്കപ്പ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ഒരു പ്രശ്നമെല്ലാം മാറി വരും. ഒരാഴ്ചത്തെ ഒരു പ്രശ്നം തന്നെ ഈ ഒരു വാരത്തിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു വാരത്തിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരുപാട് നല്ലത് തന്നെയായിരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടും. വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ പ്രണയ പരാജയം കാണുന്നുണ്ട്. പ്രണയിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ചതി പറ്റുവാനോ നിങ്ങൾ പറ്റിക്കപ്പെടുവാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രണയിക്കുന്നവർ മുന്നോട്ട് പോവുക. കുടുംബജീവിതത്തിൽ ചില ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നേരത്തെ മുൻകൂട്ടി കാണുകയും അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സംസാരങ്ങളുമായി മുന്നോട്ട് പോയാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ജീവിതം നല്ലൊരു രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു വാരത്തിൽ നിങ്ങൾ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, അഭിഷേകത്തിനോ അല്ലെങ്കിൽ വഴിപാടിനോ നിങ്ങൾ അർപ്പിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും വിലപ്പെട്ട രേഖകൾ കളഞ്ഞു പോകുകയോ അല്ലെങ്കിൽ അതിന് മോഷണം പോവുകയോ എവിടെയെങ്കിലും വെച്ച് മറക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതായത് ഒരു ഓഫീസിലെ ഫയലുകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട രേഖകളാകാം, അതുമല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികം, സ്വർണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ കളഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാരത്തിൽ ഇങ്ങനെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ഒരു വാരത്തിൽ നിങ്ങൾ മുരുകസ്വാമി ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുക എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ വഴിപാടർപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. മകരൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യാമെന്ന് കരുതി എല്ലാ കാര്യം നിങ്ങൾ ചെയ്യുവാണ്ട് ഇറങ്ങി പ്രവർത്തിക്കുകയും അതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ടാകാമെന്ന് കരുതിയിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാകുക, പരാജയങ്ങളുണ്ടാകുക. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ധൈര്യക്കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിൽ ചെയ്യുവാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാരത്തിൽ നല്ലൊരു നേട്ടം ഉണ്ടാകാൻ സാധിക്കും. വിദ്യാർത്ഥികൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാക്കുവാൻ സാധിക്കും, നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരുവാൻ സാധിക്കും. പരീക്ഷയിൽ വിജയമുണ്ടാകും. അതുമാത്രമല്ല, നിങ്ങൾ പുറത്തു പോകാനായിട്ട് ഗൾഫിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ശരി, ജോലി സംബന്ധമായി പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി, നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് കരുതി മാറി നിൽക്കാതെ അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകാൻ സാധിക്കുക തന്നെ ചെയ്യും. ഈ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ വിനായകൻ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ നിത്യവും ഈ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നാളികേരം മുടക്കുകയും ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുകയും കഴിയുമെങ്കിൽ ഗണപതി ഹോമം നടത്തുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ അവരുടെ വീട് മാറി താമസിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ വീടിന് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. വീട് സംബന്ധമായി നിങ്ങൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഒരുപാട് ധനം ചിലവാക്കേണ്ട സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ അതിന് കേടുപാടുകൾ സംഭവിക്കുകയും അത്യാവശ്യം മൂലം അത് നിങ്ങൾ സാമ്പത്തികം ഇല്ലായിരുന്നിട്ടും അത് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഗ്രഹസംബന്ധമായിട്ട് ഒരു ചിലവ് വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ചിലവുകൾ ആ ഒരു ഗ്രഹത്തിൽ വേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരാൻ സാധ്യത. നിങ്ങൾ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിലോ പരദേവതാ ക്ഷേത്രത്തിലോ വഴിപാട് നടത്തുക, ദർശനം നടത്തുക ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമക്ഷേത്രം, നിങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള ഏതാണോ അമ്പലം, ആ അമ്പലത്തിൽ വഴിപാടൊക്കെ നടത്തി ഭഗവാൻ ഏത് ദേവതയായാലും അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു വഴിപാടോ അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും നടക്കി വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രഹസംബന്ധമായ ദോഷങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. മീനൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി നിങ്ങൾക്ക് സഹോദരങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വാരം തന്നെയാണ്. സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ധനം ചിലവാക്കുക, അവർ മുഖാന്തരം അവർക്ക് ജോലിക്ക് വേണ്ടി പൈസ കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ വിവാഹ സംബന്ധമായി നമ്മൾ ധനം ചിലവാക്കേണ്ടി വരിക, അവരുടെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവ്, ഇങ്ങനെ ഒരു ധനച്ചിലവ് സൗരിൽ നിന്നും കാണുന്നുണ്ട്. അത് മുഖാന്തരം നിങ്ങൾക്ക് മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. മാത്രമല്ല നിങ്ങൾ ഈ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിത്യവും ജോലി ഉണ്ടാകുകയും അതിൽ നിന്നും ഒരു ധനം ലഭിക്കുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഈ ഒരു വാരത്തിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുക, അതുമാത്രമല്ല കെട്ടിട തൊഴിലാളികൾ പോലുള്ള അങ്ങനത്തെ ജോലിക്കാർക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുകയും സാമ്പത്തിക നേട്ടമുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു വാരം തന്നെയാണ്. ഈ ഒരു വാരത്തിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.